ഇപ്പം നല്ല തണുപ്പുള്ള സമയമാണില്ലേ, രാത്രിയൊക്കെ മൂടി പുതച്ച് കിടന്നുറങ്ങാനാണ് കേട്ടോ തോന്നണേ. എനിക്ക് എണീക്കാൻ തന്നെ നല്ല മടിയായിട്ടുണ്ട് കേട്ടോ തണുപ്പ് കാരണം കൊണ്ട്. സാധാരണ 2 മണിക്ക് എഴുന്നേൽക്കുന്നതാണ്. ഇന്നിപ്പോൾ ഞാൻ അലാറം അടിച്ചിട്ട് വീണ്ടും ഓഫാക്കിയിട്ട് കടന്നു. എഴുന്നേൽക്കാൻ നേരം വൈകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പണികളൊക്കെ ഇതാ പൊരിച്ചെല്ല് നടക്കുകയാണ്. ഇതിന്ന് രാവിലെ കൊടുത്ത ഓർഡറുകളുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചിക്കൻ പെരൂണിനുള്ള ദോശയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. ഇക്ക സവാളയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇതാ ഉരുളൻകിഴങ്ങ് എല്ലാം ഉടച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇക്ക പെട്ടെന്ന് സവാളയൊക്കെ അതാ വഴറ്റിയെടുക്കണു. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് പുറത്തേക്ക് പോയതാണ്. പുറത്ത് പോയപ്പോൾ ഭയങ്കര തണുപ്പ് കേട്ടോ. വീഡിയോ എടുക്കാനായിട്ടൊന്നും നിൽക്കാൻ പറ്റിയില്ല. ഞാൻ വേഗം ഉള്ളിലേക്ക് തന്നെ കയറി ഇതാ ഒരേ കട്ടൻ വെച്ച് കുടിക്കുകയാണ്. കട്ടൻ്റെ ഒപ്പം നമ്മുടെ അമൃതം പൊടിയുടെ ലഡുവാണ് കേട്ടോ ഞങ്ങൾ കഴിക്കുന്നത്. ഇന്നലെ വൈകിട്ട് മക്കൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ കഴിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ മസാലകളും ചിക്കനും ചൂടാക്കി എടുക്കലും എല്ലാം കഴിഞ്ഞപ്പോൾ ചിക്കൻ കട്ട്ലറ്റ് പാൻ റോളിൻ്റെ പണി ഞാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ ഇട്ടു, സൈഡ് രണ്ടും മടക്കി അതിനൊപ്പം മാവ് തേച്ച് കൊടുത്ത് അതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തു. ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ മസാല ഇട്ട് കൊടുക്കുക. മസാലയും അതുപോലെ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കല്. ചിക്കൻ സെപ്പറേറ്റ് ആണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ പാൻ റോളൊക്കെ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഉള്ളിൽ പണിത ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല വെളിച്ചം വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചം വെച്ചെങ്കിലും തണുപ്പിന് ഒട്ടും കുറവൊന്നും വന്നിട്ടില്ല കേട്ടോ. നല്ല തണുപ്പാണ് പുറത്ത്. അപ്പോൾ നമ്മുടെ ചിക്കൻ പാൻ റോളൊക്കെ ബ്രെഡ് പൊടിയിലും മാവിലൊക്കെ മുക്കിയിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അപ്പോൾ അപ്പുറത്ത് കട്ട്ലറ്റുകൾ ഇനി മുക്കി പൊരിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അതൊക്കെ മുക്കി ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതിന് ശേഷം 8 മണിയാകുമ്പോഴേക്കും ഇക്കാക്ക് പോവാനുള്ളതാണ്. നമുക്ക് ഒറ്റപ്പാല ഭാഗങ്ങളിലൊക്കെ സെയിൽ ചെയ്യാനുള്ളതാണ്. സാധാരണ കൊടുക്കണ കടകൾക്കൊക്കെ എത്തിച്ചു കൊടുക്കണം. അപ്പോൾ ഞങ്ങളിതാ വേഗം അതൊക്കെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കട്ടെ. ചിക്കൻ പാൻ റോളിൻ്റെയൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കട്ട്ലറ്റ് പൊരിച്ചിട്ട് നമ്മളിതെല്ലാം കൊണ്ടുപോകാൻ നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെയുള്ളൂ. വീണ്ടും കാണാം.